എന്താണ് മുടിവെന്ന് എന്ന് പറഞ്ഞ ഹിദാദ് ചെയ്യുക എന്ന, ഹിദാദ് എന്ന് പറഞ്ഞ ഷെയ്വ് ചെയ്യാണ് പറഞ്ഞ ശരീരം വൃത്തിയാക്കുക ഭർത്താവിന് വേണ്ടി. അതിനൊക്കെ ഒരു അവസരം കൊടുത്തിട്ട് നിങ്ങൾ വീട്ടിലേക്ക് കയറി ചെല്ലാവൂ. രാത്രി രാത്രി വീട്ടുകാരോട് പറയാതെ വാതിൽക്ക് ചെന്ന് മുട്ടുന്നത് നിബിധങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞു. പരിശുദ്ധ ഹദീസിൽ കാണാം. നോക്കണം, ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മാനസിക അവസ്ഥകളാണ് നിബിധങ്ങൾ പരിഗണിക്കുന്നത്. എങ്ങനെ ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു രീതി ഉണ്ടാവും. അപ്പോഴാണ് വഴിതെറ്റി പോകാതിരിക്കുക, അപ്പോഴാണ് മറ്റു പെണ്ണുങ്ങളിലേക്ക് അവന്റെ ചിന്ത പോകാതിരിക്കുക. സ്വന്തം ഭാര്യയിൽ ആ സ്നേഹവും അവനുദ്ദേശിക്കുന്ന പരിഗണനയും ലഭിക്കുമ്പോ നിങ്ങളുടെ ഭാര്യയെ കാണാൻ ഇഷ്ടപ്പെടാത്തൊരവസ്ഥയിൽ ചെല്ലരുത്. അത് മാത്രമല്ല, നിങ്ങളുടെ ഭാര്യയെ പൈസ എന്ന രീതിയിൽ വരരുത്. എന്ന് പറഞ്ഞാൽ ഇവളുടെ അടുത്ത് ആരോ വന്നു പോകുന്നുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യണമെന്ന് രാത്രി മിണ്ടാന്ന് ചെന്ന് നോക്കുക. ഇതൊക്കെ പരസ്പരമുള്ള വിശ്വാസം തകർക്കും. അതുകൊണ്ട് നിങ്ങൾ അത് ചെയ്യണ്ട എന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് ഉറപ്പുള്ള വിഷയം അന്വേഷിക്കുന്നതിനെ കുറിച്ചല്ല ഇത്. വെറുതെ ഒരു സംശയരോഗിയായിട്ട് നടക്കുക ചെയ്യാൻ പാടില്ല. എത്രയോ പെണ്ണുങ്ങൾ അങ്ങനെയാ, ഭർത്താവ് നേരം വെക്കുമ്പോഴേക്ക് സംശയരോഗമായി. പെണ്ണ് എവിടെയെങ്കിലും ഒരു കല്യാണത്തിന് പോയാൽ ഇവന് സംശയമായി. ഒന്നും വേണ്ട, അതൊക്കെ മാനസിക വൈകല്യങ്ങളാണ്. ഇവരങ്ങൾ പറയാ, രാത്രി ചെല്ലുമ്പോ രാത്രി നിങ്ങൾ മിണ്ടാതെ ചെല്ല്, വിളിക്കാതെ ചെല്ല്. ഇപ്പോഴൊക്കെ ഫോൺ ചെയ്യാൻ പറ്റുമല്ലോ, ഞാൻ വരുന്നുണ്ട് ഇന്ന സമയത്ത് ഇൻഷാ അല്ലാഹ്. ആ ഒരു വിളി കൊടുത്തതിന്റെ ശേഷമേ വീട്ടിലേക്ക് ചെല്ലാവൂ. ചിലർക്ക് ചില വളവന്മാരെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ എന്ത് ചെയ്യും, ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, എയർപോർട്ടിൽ ആരോടും മിണ്ടാതെ ഒരു എയർപോർട്ടിൽ നിന്ന് വല്ല ബസ്സിലോ കാറിലോ അങ്ങ് വരും. എന്നിട്ട് വീട്ടിലേക്ക് അരച്ച് ആരാപ്പായി വന്നത്. അത് സംഗതിക്ക് ഒരു രസം തന്നെ. കല്യാണത്തിന് മുമ്പൊന്നും കുഴപ്പമില്ല, കല്യാണം കഴിഞ്ഞാൽ അങ്ങനെയൊന്നും ചെയ്യണ്ട, പറഞ്ഞിട്ട് പോന്നാ മതി. അതാ സുന്നത്ത്. നിബിധങ്ങൾക്ക് ഇഷ്ടം അതാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം നിങ്ങൾ അവരെ കാണുന്ന നേരത്ത് ഒരുപാട് യാത്ര എന്ന് പറഞ്ഞത് അവരെ സംബന്ധിച്ച് പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഒരുപാട് ഗ്യാപ്പ് കഴിഞ്ഞ് വരില്ലേ, ആ നേരത്ത് നമ്മൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു രൂപമുണ്ട്. അത് രാജാവ്, അദ്ദേഹം ക്രിസ്ത്യാനിയാണ്. മറിയം ബീവിയെ ദൈവമാണെന്നോ ദൈവപുത്രന്റെ ഉമ്മയാണെന്നൊക്കെ വിശ്വസിക്കുന്ന ആളാണ്. അപ്പോ ആ രാജാവ് ചോദിച്ചു, അല്ല എന്താ ഇപ്പൊ നിങ്ങളുടെ നബിയുടെ ഭാര്യ ആയിഷ ബീവിയെ പറ്റി എന്തോ പറഞ്ഞു കേട്ടല്ലോ, എന്താണ് അതിനെപ്പറ്റി എന്ന് ചോദിച്ചു. ആര്? ക്രിസ്ത്യാനികളുടെ രാജാവ്. ആരോട്? അല്ലാമ അബൂബക്കർ ബഖില്ലാനി തങ്ങളോട്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ആയിഷ ബീവി ശുദ്ധയാണ്, പരിശുദ്ധയാണ്. ആരെപ്പോലെ? മറിയം ബിൻത് ഇമ്രാൻ, ഈസ നബിയുടെ ഉമ്മ മറിയം ബീവിയെ പോലെ പരിശുദ്ധയാണ്. മറിയം ബീവിയെ പറ്റി വ്യഭിചാരോപണം ഉണ്ടായിട്ടുണ്ട്, ജൂതന്മാർ പറഞ്ഞു. പക്ഷെ മറിയം ബീവി ചെയ്തിട്ടുണ്ടോ? ഇല്ല. അല്ലത്തി അഹ്സനത് ഫർജഹ, അവർ പതിവ്രതയുള്ള ചാരിത്രമുള്ള മുഹ്സനത്തായിരുന്നു. അതുപോലെ തന്നെ ചാരിത്രശുദ്ധിയുള്ള ബരീഅത്താൻ മഹദി റളിയല്ലാഹു അൻഹ. ആയിഷ ബീവി അങ്ങനെയാണ്, മറിയം ബീവിയെ പോലെ തന്നെ. രണ്ടുപേരും നിരപരാധികളാണെന്ന് അല്ലാഹു തആല തെളിയിച്ചിരിക്കുന്ന വിഷയമാണ്. ആയിഷ ബീവിയെ പറ്റി ആയത്തിറക്കി 11ഓളം ആയത്തുകൾ, മറിയം ബീവിയെ പറ്റിയും ആയത്തിറക്കി സൂറത്ത് മറിയമിൽ. രണ്ടുപേരും നിരപരാധികളാണ്. പക്ഷേ മറിയം ബീവിക്ക് ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്, എന്നാൽ ആയിഷ ബീവിക്ക് കുഞ്ഞ് ജനിച്ചിട്ടില്ല എന്ന് പറഞ്ഞു മഹാനായ അബൂബക്കർ ബഖില്ലാനി റളിയല്ലാഹു. വല്ലാത്തൊരു മറുപടിയാണ് കൊടുത്തത്. എന്റെ നബിയുടെ ഭാര്യയെ പറ്റി വ്യഭിചാര ആരോപണം ചെയ്യേ. മറിയം ബീവിയും ആയിഷ ബീവിയും ഒരുപോലെ നിരപരാധികളാണ്. ആയിഷ ബീവിക്ക് കുട്ടിയുണ്ടായിട്ടില്ല. മറിയം ബീവിയെ പറ്റി വ്യഭിചാര ആരോപണം നടന്നു, പക്ഷേ മറിയം ബീവിക്ക് കുഞ്ഞുണ്ടായി, ഒരു ഉപ്പയില്ലാതെ. അത് അല്ലാഹു ചെയ്ത വലിയ അത്ഭുതമായിരുന്നു. അതിനെപ്പറ്റി വ്യഭിചാര ആരോപണം എന്ന് പറഞ്ഞു, വ്യഭിചാരം ആരോപിച്ചു. ആയിഷ ബീവിയെ പറ്റി അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആയിഷ ബീവിയും മറിയം ബീവിയും നിരപരാധികളാണ്. അല്ലാഹു തആല നിരപരാധിത്വം തെളിയിച്ചിരിക്കുന്നു. ആയിഷ ബീവിക്ക് പക്ഷേ മക്കളുണ്ടായിട്ടില്ല, മറിയം ബീവിക്ക് അതിൽ കുഞ്ഞു ജനിച്ചിട്ടുണ്ട് എന്ന് ഒരു കുത്തു കൊടുത്തു മഹാനായ അബൂബക്കർ ബഖില്ലാനി റളിയല്ലാഹു റഹ്മത്തുള്ളാഹി അലൈഹി. പ്രതിരോധിക്കുകയാണ്. മുഅ്മിനത്തുകളായ സഹോദരിമാരെ സംബന്ധിച്ച് പറയുമ്പോ അവിടെ പ്രതിരോധം ചെയ്യൽ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. നിങ്ങൾക്ക് നേരെ പോകണുണ്ടോ? ഇല്ലല്ലോ. തിരക്കിലൊക്കെ പോയിക്കണേ. നിങ്ങൾക്ക് തിരക്കില്ലാന്ന് ഞാൻ വിചാരിക്കുകയാണ്. നിങ്ങൾ എഴുന്നേറ്റ് പോകാൻ തുടങ്ങി.
അങ്ങോട്ട് വരാൻ പറ്റും. അള്ളാഹു വരാം. ചാൻസ് കിട്ടുമ്പോ അൽഹംദുലില്ലാ. ആ ചായ കാശിനാണോ വെറുതെ ആണോ? കുറച്ച് വെറുതെ കൊടുക്കാം അല്ലെ? കൂലിട്ടോ ഇൻഷാ അല്ലാഹ്. ആയിക്കോട്ടെ. പിന്നെ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബജീവിതത്തെ സംബന്ധിച്ച് പറഞ്ഞെന്നു. ആയിഷ ബീവി ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. നബിയുടെ ഭാര്യമാരിൽ ഉമ്മു സലമ ബീവിയും അങ്ങനെ പറഞ്ഞെന്ന മഹദിയ. മഹദി റളിയല്ലാഹു അൻഹ പറയാ, അതായത് തന്റെ കുടുംബത്തെ വളരെ സ്നേഹത്തോടുകൂടെ പെരുമാറേണ്ടത് ഭർത്താവിന്റെ ഒരു കടമയാണെന്ന് പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണിത്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാ, ബൈനമാ അന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഖമീല യദ്ഹിൽതു. ഞാൻ നബിയോടൊപ്പം ഒരു പുതപ്പിൽ ഹബീബിന്റെ കൂടെ കിടക്കുമ്പോ എനിക്ക് എന്റെ മന്ത്ലി സൈക്കിൾ ആരംഭിച്ചു, എന്റെ ദൗറത്ത് മവിയ ആരംഭിച്ചു, എനിക്ക് ഹൈദ് ഉണ്ടായി എന്ന് പറഞ്ഞു ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. അപ്പൊ ഞാൻ വേഗം പുതപ്പിന്റെ ഉള്ളിൽ നിന്ന് മാറി. ഞാൻ ഹൈദ് ഉണ്ടാകുന്ന സമയത്ത് ധരിക്കുന്ന ഒരു വസ്ത്രം ഉണ്ടായിരുന്നു, ഞാൻ ആ വസ്ത്രം എടുത്തിട്ട് ധരിച്ചു. ഞാനൊന്ന് വിട്ടുനിന്നു. അന്നേരം നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, മാലക്കി അനഫസ്തി, എന്താ ഹൈദ് ഉണ്ടായതാണോ എന്ന് ചോദിച്ചു നബി തങ്ങൾ. ഞാൻ പറഞ്ഞു നഅം. ഫദഅനി, എന്നെ വിളിച്ചു ഉമ്മു സലമ, അതിനെന്താണ്? ഫദഖൽതു മഅഹു ഫിൽ ഖമീല, എന്നിട്ട് ഹബീബിന്റെ കൂടെ തന്നെ ഞങ്ങൾ ആ പുതപ്പിൽ ഞങ്ങൾ കിടന്നു എന്ന് മഹദി ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ. ശാരീരികമായ ബന്ധപ്പെടൽ മാബൈന സുറത്തി വറുക്ബ അവർക്ക് പാടില്ല, ഹറാമാണ്. പക്ഷേ കൂടെ കിടക്കുന്നതിന് കുഴപ്പമില്ല. ഹൈദുണ്ടാകുന്ന സമയത്ത് മാറ്റി നിർത്തലോ അകറ്റി നിർത്തലോ വേറെ പുരയിൽ പാർപ്പിക്കലോ ഒരുപാട് സമുദായങ്ങളിൽ ഉണ്ടായ ആചാരങ്ങളാണ്. അതൊന്നും ശരിയായിട്ടില്ല. അതിനെന്തേ, അത് സാരമില്ലല്ലോ, അതിന്റെ പ്രിക്കോഷൻസ് ഒക്കെ ചെയ്ത് എന്റെ കൂടെ തന്നെ കിടന്നോളൂ എന്ന് പറഞ്ഞു. ആ പുതപ്പിൽ തന്നെ എന്റെ നിബിധങ്ങൾ എന്നെ കിടക്കാൻ അനുവദിച്ചു എന്ന് മഹദി ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറയാൻ. ഒരു മാനസികമായ ഒരു അകൽച്ച വരുന്നൊരു നേരമാണ്. എന്നെ ഇഷ്ടപ്പെടില്ലേ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അകൽച്ച വരുമോ എന്ന് പേടിക്കാൻ. സാരല്ല ഉമ്മു സലമ, അതിനെന്താ എന്ന് പറഞ്ഞ് എന്നെ നിബിധങ്ങൾ അങ്ങോട്ട് വിളിച്ചു എന്ന് മഹദി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത് സ്വഹീഹ് മുസ്ലിമിൽ കാണാൻ കഴിയും. ഇതാണ് നിബിധങ്ങളുടെ കുടുംബജീവിതം. ഏതെങ്കിലും ഒരു വിഷമം വരുമ്പോൾ അകറ്റി നിർത്തുന്നതല്ല, അല്ലെങ്കിൽ അത്തരം വെറുപ്പ് കാണിക്കുന്ന സ്വഭാവം നമുക്ക് ചെയ്യാൻ പാടുള്ളതല്ല. അത് മാത്രമോ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഗ്തസിലു മഅഹാ മിൻ ഇനാഇൻ വാഹിദിൻ. ഉമ്മു സലമ ബീവിയുടെ വിധങ്ങളും അവരുടെ കുടുംബജീവിതത്തിന്റെ രഹസ്യങ്ങളായി പറഞ്ഞു തരുന്നത്, ഒരു ബക്കറ്റിൽ നിന്ന് ഒരുമിച്ച് കുളിക്കാറുണ്ടായിരുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. ഒരു ബക്കറ്റ് വെള്ളമുള്ളൂ, എന്നിട്ട് ആദ്യം ഞാൻ ഒഴിക്കാം എന്ന് പറഞ്ഞ് ആ പാട്ട് ആരെടുക്കുന്നു, ആദ്യം ആര് കോരി ഒഴിക്കുന്നു, ആ വിഷയത്തിലും അവർ തമാശ കാണിക്കാറുണ്ടായിരുന്നുവെന്നൊക്കെ ഹദീസുകളിൽ കാണാൻ കഴിയും. വല്ലാത്തൊരു ജീവിതമാണ് നബിതങ്ങളുടേത്. ഈ 10 കൊല്ലം എന്ന മദീനയിലെ ജീവിതത്തിൽ 40 യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 40 അന്നാണ് മദീനയിലെ കാലമ നിബിധങ്ങളൊന്ന് സ്വസ്ഥമായി ജീവിച്ചത് എന്നാ പറയാ. അവിടെയാണ് ബദർ ഉണ്ടായത്. മദീനക്ക് പോയതിന്റെ ശേഷം ആ ഉഹദ്, ഖന്തക്ക്, ഖൈബർ, ബനു നളീറിന്റെ ഇജ്ലാഅ് നടന്നത്, ഫത്ഹ് മക്ക നടന്നത്, ഹുനൈൻ നടന്നത് എല്ലാം അതിന്റെ ശേഷമാണ്. എന്നാലും കുടുംബത്തിന്റെ കൂടെ നമ്മളൊക്കെ തിരക്കോട് കുടുംബത്തെ കാണാൻ നേരില്ല. കച്ചവടക്കാര് രാവിലെ അങ്ങ് പോവുക, പാതിരാക്ക് വരെ പൈസയോട് പൈസ. സ്വന്തം കുടുംബത്തെ മക്കളെ ഒന്ന് കാണാനോ ഇരിക്കാനോ നേരല്ല. ഇങ്ങനെയൊന്നും ചെയ്യരുത്. അബൂദർദാഹുവിനോട് സൽമാനുൽ ഫാരിസി ഞങ്ങൾ കടന്നു വന്നിട്ട് നിന്റെ കുടുംബത്തോട് നിങ്ങൾക്ക് ബാധ്യതയുണ്ട് എന്ന് പറഞ്ഞ ആ ചരിത്രത്തിലൂടെയാണ് നമ്മൾ ഇന്ന് വിഷയം ആരംഭിച്ചത്. ശരീരത്തിന് ബാധ്യത ഉണ്ട്. ശരീരത്തിന് വിശ്രമം കൊടുക്കണം, ഉറക്കം കൊടുക്കണം, ശരീരത്തിന് ഭക്ഷണം കൊടുക്കണം. നഫ്സിനോട് ബാധ്യതയുണ്ട്, കുടുംബത്തിന് ബാധ്യതയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കസീറുൽ ഇബ്തിസാമ, നല്ല പുഞ്ചിരിക്കുന്ന ആളായിരുന്നു. രാത്രി നിബിധങ്ങൾ സ്വന്തം കുടുംബത്തോട് സ്വറ പറഞ്ഞിരിക്കാറുണ്ടായിരുന്നു. സമറബില്ലേ, സാമിർ എന്ന് പറഞ്ഞ രാത്രി വർത്തമാനം പറഞ്ഞിരിക്കുന്ന ഏർപ്പാട്, അത് നിബിധങ്ങൾ വെറുത്തൊരു സംഗതിയാണ്. പക്ഷെ നിബിധങ്ങൾ ഇളവ് ചെയ്തത് 3 വിഷയത്തിലാണ്. ഒന്നൊരു മസ്ലഹത്ത് ചർച്ച ഇശാഇന്റെ ശേഷം, അല്ലെങ്കിൽ ഇൽമു പഠിക്കുക, അങ്ങനെ നമ്മൾ ഇരിക്കുന്നത് എന്ന് വിചാരിക്കുക. അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. മൂന്നാമത്തേത് ഒരു ഭർത്താവ് തന്റെ ഭാര്യയോട് വർത്തമാനം പറഞ്ഞിരിക്കുക, അതൊന്നും കുഴപ്പമില്ലാന്നാ.
ഇശാ കഴിച്ചിട്ടും കുറച്ച് നേരം വൈകി സാരല്ല, നിബിതങ്ങൾ കുടുംബത്തോട് വർത്തമാനം പറഞ്ഞിരിക്കാറുണ്ടായിരുന്നുവെന്ന് പരിശുദ്ധ ഹദീസിൽ കാണാൻ കഴിയും. ഹബീബായ നിബിതങ്ങളുടെ ഭാര്യയ്ക്ക് പകൽ സമയം പുറത്തിറങ്ങൂല. അതുകൊണ്ട് രാത്രി നിബിതങ്ങൾ ഭാര്യയോടൊപ്പം പുറത്തിറങ്ങും. എന്ത് പിള്ളേരി രാത്രി ഒട്ടകപ്പുറത്ത് നബിയുടെ ഭാര്യ ഇരുട്ടിൽ നിബിതങ്ങൾ ഒട്ടകത്തിന്റെ താഴെ നിന്ന് മദീനന്റെ പാതപ്രദേശത്ത് കൂടെ ഇങ്ങനെ ഒന്ന് കൊണ്ടു നടക്കും. ഒരു റൗണ്ട് ചുറ്റി വരിക എന്നൊക്കെ പറഞ്ഞ പോലെ കുടുംബത്തിന് പകല് പോവാൻ കഴിയില്ല. എന്നാ പിന്നെ നീ വണ്ടിയിലിരിക്കെ നമ്മളൊന്ന് റൗണ്ട് അടിച്ചിട്ട് വരില്ലേ എന്ന് പോരില്ലേ. നിബിതങ്ങൾ ഒട്ടകത്തിന്റെ കയറി പിടിച്ച് ഭാര്യയെ മേലെ നിർത്തി രാത്രിയിൽ ഒരൽപ്പനേരം അവരോടൊപ്പം ഒന്ന് കറങ്ങാറുണ്ടായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലും വലിയ മുത്തക്ക് നമുക്ക് ആവാൻ പറ്റൂലല്ലോ ഹബീബായ നിബിതങ്ങളായി ചെയ്യുന്നത് സ്വല്ലല്ലാഹു. ഇതിലൊക്കെ ശറഇൽ ഇസ്ലാം അനുവദിക്കുകയും ഇസ്ലാം പൊരുത്തപ്പെടുകയും ചെയ്ത ഹലാലായ കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെ ചെയ്യണം. ജീവിതത്തിന്റെ ബാലൻസ് കിട്ടാൻ അതൊക്കെ ആവശ്യമാണ്. വെറും സീരിയസ് ആയിട്ട് നടക്കണ്ട. നമ്മൾ മലയാളികളെയും ഗൾഫിലാണെങ്കിൽ ഇവിടെയാണ് ഇങ്ങനൊരു ബേജാറിലൊരു കോമ ഞാൻ വേറെ കണ്ടിട്ടില്ല. എപ്പോഴും മൂത്ത് ടെൻഷൻ ഇല്ലാതെ നമ്മളെ പോലെ ടെൻഷനിൽ എത്ര കോമകളുണ്ട് ലോകത്ത്. നമ്മൾ 20 കൊല്ലം അപ്പുറത്ത് റബ്ബേന്റെ കുട്ടിനെ കെട്ടിച്ചിട്ടുണ്ട്. ഓളെ കുട്ടി ഉണ്ടാവുമ്പോൾ ഓളെ കുട്ടിക്ക് അസുഖം വരുമെന്ന് എപ്പോ ആലോചിക്കാം. സ്വന്തം മകൾക്ക് 10 വയസ്സായിട്ടില്ല. അങ്ങനെ ടെൻഷൻ അടിച്ച് നടക്കാൻ സുബ്ഹാനല്ലാഹ്. എപ്പോഴും ആഖിറത്തെ കുറിച്ചുള്ള ചിന്ത കൊണ്ടാണെങ്കിൽ അൽഹംദുലില്ലാഹ് നല്ലതാണ്. ഈ ദുനിയാവിന്റെ വിഷയത്തിലെ ടെൻഷനെ യാ റബ്ബ് അങ്ങനെ വേണ്ട. ഓവറായിട്ട് ടെൻഷൻ അടിക്കണ്ട. ബ്ലഡ് പ്രഷറും ഷുഗറും കൊളസ്ട്രോൾ അല്ലെങ്കിലേ കയറുകയാണ്. പിന്നെ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് കൊണ്ട് കയറ്റണ്ട. അതുകൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളരെ മനോഹരമായ ചില വിഷയങ്ങളാണിത്. രാത്രിയിൽ ഒട്ടകപ്പുറത്ത് അവിടുത്തെ ഭാര്യയിരുത്തെ വിഗ്രഹങ്ങൾ കയറും പിടിച്ചിങ്ങനെ നടന്നു കൊണ്ടുപോകുമ്പോ അവര് ഇശാമിറുഹ രാത്രി കുറെ വർത്തമാനം പറഞ്ഞ് നടക്കും. യുഹാദിദുഹ നിബിതങ്ങൾ സംസാരിച്ചു കൊണ്ട് ഇങ്ങനെ നടക്കും തന്റെ ഭാര്യയുടെ കൂടെ. ഉദാഹരണം പറയാം, നമുക്ക് അങ്ങനെ ഒരു ഒഴിവൊന്നും പകൽ കിട്ടിയില്ല, വീട്ടിൽ വാഹനമുണ്ട്, വണ്ടിയുണ്ട്, ആയിരിക്കും കുട്ടികളൊന്നും ആയിട്ടില്ല എന്ന് വിചാരിക്കല്ലേ, കുട്ടികൾക്കൊന്നും ഉറക്കുന്നില്ല, ഒന്നിരിക്കല്ലേ ഒന്ന് പോയിട്ട് ടൗണിൽ പോയിട്ട് അല്ലെങ്കിൽ ഒന്ന് കറങ്ങിയിട്ടൊന്ന് ഫറൂഖ് മാലക്കൊന്ന് കണ്ടിട്ട് എന്നും കണ്ട ഓടടിക്കുന്ന വേറെവിടെയെങ്കിലൊക്കെ ഒന്ന് വളരെ മനോഹരമായ അള്ളാഹുവിന്റെ പ്രകൃതി ഭംഗിയുള്ള സ്ഥലം. നമ്മുടെ കടലുണ്ടി അഴിമുഖമൊക്കെ എന്തോ രസമുള്ള സ്ഥലമാണല്ലേ. ഞാൻ ദാർലുദ്ദീനിൽ പഠിക്കണം എന്നൊക്കെ ഇടയ്ക്ക് ലീവ് കിട്ടുമ്പോഴൊക്കെ ചില വൈകുന്നേരങ്ങളൊക്കെ പരപ്പനങ്ങാടിക്ക് ബസ് കയറി അവിടുന്ന് പിന്നെ ചെട്ടിപ്പടിക്ക് വേറെ ബസ് കയറി അങ്ങനെ നടന്നിട്ടൊക്കെ വരാറുണ്ടായിരുന്നു. അവിടെ പോയിരിക്കാൻ എന്തോ ഒരു രസമുള്ള സ്ഥലമാണ്. കുറെ ആയി പോയിട്ട് 25-28 കൊല്ലം മുമ്പത്തെ കഥ. അന്ന് എന്നാലും എന്ത് രസമുള്ള സ്ഥലമാണിതൊക്കെ. വളരെ ഭംഗിയുള്ള സ്ഥലമാണ്. ഒന്ന് രസമാണ്. വീടിന്റെ ആ ഒരു അന്തരീക്ഷത്തിലെ ബോറടിക്കൊന്ന് മാറാനും ഒരു അന്തരീക്ഷം തഗയ്യിറുൽ ജവ് എന്ന് പറയും അറബിയില്. ആ ഒരു മൂടൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ ഒരു നല്ലതാണ്. ഇതൊക്കെ നിബിതങ്ങൾ ചെയ്ത പണിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊന്നും ഇസ്മോ കുറ്റങ്ങളോ ഒന്നുമില്ലല്ലോ. നിബിതങ്ങൾ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യുമായിരുന്നു. ഈ ദുആ നിങ്ങൾ പഠിച്ചു വെക്കണേ. اللهم إني أسألك العفو والعافية في ديني ودنياي وأهلي ومالي. ഹബീബിന്റെ ദുആയിലുണ്ട് اللهم إني أسألك العفو والعافية. റബ്ബേ നീ എനിക്ക് നീ മാപ്പ് തരണമേ. റബ്ബേ വൽആഫിയ ആഫിയത്ത് തരണമേ. ഫീ ദീനി എന്റെ ദീനിന്റെ വിഷയത്തിലും വദുനിയായ എന്റെ ദുനിയാവിന്റെ വിഷയത്തിലും വഅഹ്ലി എന്റെ ഭാര്യയുടെ വിഷയത്തിലും കുടുംബത്തിന്റെ വിഷയത്തിലും വമാലി എന്റെ സമ്പത്തിലും നീ ആഫിയത്ത് തരണേ എന്ന് ഹബീബ് അല്ലാഹുവിനോട് ദുആ ചെയ്യാറുണ്ട്. ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു ഒന്ന് ഒരുമിച്ച് ചൊല്ലോ. اللهم إني أسألك العفو والعافية في ديني ودنياي وأهلي ومالي. نقول اللهم إني أسألك العفو والعافية في ديني ودنياي وأهلي ومالي. അഹ്ലി എന്ന് പറഞ്ഞ കുടുംബം, പ്രത്യേകിച്ച് ഭാര്യയും മക്കളും മാതാപിതാക്കൾ, അവർക്കും എന്റെ സമ്പത്തിലും എന്റെ ദുന്യാവിലും എന്റെ ദീനിലും ഒക്കെ റബ്ബേ നീ ആഫിയത്ത് തരണമേ, അഫ്വ് തരണമേ, മാപ്പ് തരണമേ. തിരുമിയുടെ ദുആയാണ് ഇത്. രാവിലെയും വൈകുന്നേരവും ദുആ ചെയ്യാൻ പറഞ്ഞ അദ്ഇയത്തു സ്വബാഹി വൽ മസാ, രാവിലെയും വൈകുന്നേരവും നിബിതങ്ങൾ ചൊല്ലാൻ പറഞ്ഞ ദുആഇന്റെ ഭാഗമാണ്. യാത്രയിലെ ദുആ ഉണ്ടല്ലോ,
യാത്രയിൽ ദുആ ചെയ്യുന്നുണ്ടല്ലോ, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ എന്ന് കഴിഞ്ഞതിന്റെ ശേഷം വീണ്ടും ചൊല്ലാനുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅതാഇ സഫരി വകആബത്തിൽ മൻദരി വസൂഇൽ മുൻഖലബി ഫിൽ മാലി വൽ അഹ്ലി വൽ വലദ്. അങ്ങനെ ദുആ ഇറക്കണമെന്നാണ് യാത്ര പോകുമ്പോ. അതിനർത്ഥമെന്നറിയോ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു റബ്ബേ, മിൻ വഅതാഇ സഫരി, യാത്രയുടെ മുഷിപ്പുകളൊന്നും വരാതിരിക്കണേ. അർജന്റിൽ പോവാണ്, ഫറൂഖ് ബാത്തുമ്മ ബ്ലോക്കാണ്, എന്താ ചെയ്യാ? അല്ലാഹുവേ നീ ഒന്ന് ഒഴിവാക്കി തരണേ എന്ന് ദുആ ചെയ്തങ്ങ് ഇറങ്ങിയാൽ ഏതെങ്കിലും ഒരു വഴിക്കൊരു വഴി ഉണ്ടാവുന്ന അതൊക്കെ ചൊല്ലി ഇറങ്ങിയൊക്കെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റും. അനുഭവിച്ചിട്ടുണ്ടല്ലേ? അൽഹംദുലില്ലാഹ്. അള്ളാഹുവിന്റെ ഭാഗത്ത് സഹായം ഉണ്ടാവും. ഈ ദുആ ചൊല്ലി ഇറങ്ങിയാൽ എത്ര ബ്ലോക്ക് ഉണ്ടെന്ന് വിചാരിച്ചാൽ നമ്മോട് എത്തിയിരിക്കും. സുബ്ഹാനല്ലാഹ്. യാത്രയുടെ ചില പ്രശ്നങ്ങളോ മുഷിപ്പുകളോ വരുത്തരുത് റബ്ബേ. വകആബത്തിൽ മൻദരി, കാണാൻ സങ്കടപ്പെടുത്തുന്ന വിഷയങ്ങളൊന്നും വരുത്തല്ല റബ്ബേ. വസൂഇൽ മുൻഖലബി ഫിൽ മാലി വൽ അഹ്ൽ, റബ്ബേ ഞങ്ങളുടെ സമ്പത്തിലോ ഞങ്ങളുടെ കുടുംബത്തിലോ മോശപ്പെട്ട അവസ്ഥകളൊന്നും വരുത്തല്ല റബ്ബേ. ഞങ്ങൾ യാത്ര പോവുകയാണ്, കുടുംബത്തെ നിന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നീ നോക്കേണമേ എന്ന് കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളോടും ദുആ ഇറക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അത് പഠിച്ചു വെക്കുക, പഠിച്ചൂടെ? ഒന്നോട് ചൊല്ലിക്കോളൂ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഅതാഇ സഫരി വകആബത്തിൽ മൻദരി വസൂഇൽ മുൻഖലബി ഫിൽ മാലി വൽ അഹ്ലി വൽ വലദ്. മക്കളിലും കുടുംബത്തിലും സമ്പത്തിലും അല്ലാഹുവേ കാണാൻ ഇഷ്ടപ്പെടാത്തതൊന്നും വരുത്തി വെക്കല്ലേ. ഞാൻ യാത്ര പോവുകയാണ്, മക്കളെ നീ നോക്കണേ, സമ്പത്ത് വീട് നീ നോക്കണമേ. വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ കള്ളം കയറി വിചാരിക്കുക, എന്ത് ചെയ്യാൻ പറ്റും? ഇതൊക്കെ ചൊല്ലിപ്പോരാ, ആരും കിടക്കൂല, കള്ളന് തോന്നൂല. അത് അടുത്ത ആഴ്ച കിടക്കാമെന്നെങ്കിൽ തോന്നിപ്പോയിട്ട് ഓട്ട വിട്ട് പോയിക്കോളും. അങ്ങനെയാണ്. അള്ളാഹുവിന്റെ കാവലുണ്ടാവും. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടുംബത്തിൽ കുടുംബിനികളായ പെണ്ണുങ്ങൾ ദഈഫത്തുകളല്ലേ, ദുർബലകളല്ലേ, അവരുടെ ദൗർബല്യങ്ങൾ പരിഗണിക്കാറുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ ഭാഗമാണ് മുസ്ദലിഫയിൽ ജനങ്ങളെല്ലാം തിക്കും തിരക്കും കൂടുകയാണ്. ഫജ്ർ ആകുന്നതോടുകൂടെ തന്നെ അവര് മിനായിലേക്ക് പോകാനുള്ള പുറപ്പാടിലാണ്. അങ്ങനെ വരുമ്പോൾ ഫജ്റിന്റെ നേരത്ത് പുറപ്പെടുമ്പോൾ തിക്കും തിരക്കുണ്ടാകും. രാത്രി പകുതിയായി കഴിഞ്ഞാൽ സ്വന്തം കുടുംബത്തോടൊപ്പം നിമിതങ്ങൾ മുസ്ദലിഫയിൽ നിന്ന് യാത്രയാകാറുണ്ട്. എന്തുകൊണ്ട്? തിക്കും തിരക്കല്ലേ, പെണ്ണുങ്ങളെ കൊണ്ട് പ്രയാസാവില്ലേ. തിക്കും തിരക്കും ആകും മുമ്പ് നമുക്ക് നേരത്തെ പോവാം. സഹാബത്തിനോട് പറയും ഫജ്റായിട്ട് മതി. ഹബീബായ തങ്ങളും കുടുംബവും രാത്രി പകുതിയാകുമ്പോഴേക്കും അവരെ കൊണ്ട് നിബിധങ്ങൾ യാത്ര ചെയ്യും. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര മനോഹരമായിട്ടാണ് കുടുംബത്തിന്റെ സന്തോഷ വിഷയങ്ങൾ പരിഗണിച്ചത്. ആയിഷ ബീവി പറയുന്നുവല്ലോ, കുൻതു അൽഅബു ബിൽ ബനാതി ഇൻദ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഞാൻ കല്യാണം കഴിഞ്ഞ് ജീവിക്കുമ്പോഴും എനിക്ക് കുറച്ച് അറായിസുകൾ ഉണ്ടായിരുന്നു. ഡോളുകൾ, പാവക്കുട്ടികളല്ലേ, പെൺകുട്ടികൾ അങ്ങനെ കളിക്കൂലേ, പുതിയണ്ണാക്കിയിട്ടും കുട്ടിയായിട്ടൊക്കെ ഉപയോഗിക്കുന്ന അങ്ങനെ കുറെ കുട്ടികൾ എനിക്ക് ഉണ്ടായിരുന്നു. എന്റെ കൂട്ടുകാരികളും എന്റെ കൂടെ കളിക്കാൻ വരും. ആയിഷ ബീവി പറയാണ്, ചെറുപ്രായത്തിൽ കല്യാണം കഴിഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അനുഭവം ഇങ്ങനെ പറയാണ്, ഇത് പറയാ, ചെറുപ്പക്കാരിയായ ഒരു പെണ്ണിനെ പറ്റി ആലോചിച്ചാൽ മതി. കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണായിരുന്നു ഞാൻ. അങ്ങനെ ഞാനും എന്റെ കൂട്ടുകാരികളും പാവുകളെയും കൊണ്ട് ഇങ്ങനെ കളിക്കുമ്പോ മുത്തുനിബിധങ്ങൾ വരുമ്പോ എന്റെ കൂട്ടുകാരികൾ നബിയെ കാണുമ്പോ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോകും. ഹബീബായ നിബിധങ്ങൾ ആ പെണ്ണുങ്ങളെ വിളിച്ചിട്ട് പറയും, ആയിഷ ബീവിയുടെ കൂടെ പോയി കളിച്ചോളൂ എന്ന് പറഞ്ഞ് എന്റെ കൂട്ടുകാരികളെ കളിക്കാൻ എന്റെ അടുത്തേക്ക് നിബിധങ്ങൾ പറഞ്ഞു വിടാറുണ്ടായിരുന്നുവെന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹാ. ആര് ചെയ്തു? നിബിധങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിങ്ങനെ ആലോചിക്കുക, 63 വയസ്സാകുമ്പോഴും നിബിധങ്ങളും കുടുംബവും ഉള്ള ഈ സ്നേഹം അതിന്റെ പരിപൂർണ ഊഷ്മളതയിലാണ്. അത്
അതുകൊണ്ടാണ് അവിടുത്തെ ഭാര്യമാര് പറഞ്ഞത്, ഞങ്ങൾ ഏതെങ്കിലും ഒരു ഇറച്ചി കഷ്ണം കിട്ടിയാൽ അന്നൊക്കെ ആടിനിറക്കും, അതിന്റെ കാലക്കൊന്നൊരു കടി കടിച്ചാൽ, ഞങ്ങളൊരു കടി കടിച്ചാൽ നിബിതങ്ങൾ ഞങ്ങളുടെ പല്ല് തട്ടിയ ചുണ്ട് തട്ടിയ സ്ഥലം എവിടെയോ അവിടെ നോക്കി നബി അതിന്റെ ബാക്കി കടിക്കും, ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ട്. 10-60 വയസ്സായി ഉമ്മയും വാപ്പയും കൊല്ലായിരുന്നിട്ട് മര്യാദയ്ക്ക് വർത്താനം പറയും ഇപ്പോഴത്തെ കാലത്ത്. സ്വന്തം ഉമ്മയും വാപ്പി 60 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് ആകെ റിട്ടയർഡ് ആയിരുന്ന രണ്ടാളും വിചാരിക്കുക, രണ്ടാളും, ഒരാൾ താഴെ ഒരാൾ മേലെ, ഒരാൾ കിഴക്ക് ഒരാൾ പടിഞ്ഞാറ്. ഹബീബായ നബി തങ്ങൾ 63 വയസ്സിലും ആ ഒരു സ്നേഹത്തിന്റെ വളരെ റൊമാൻറ്റിക് ഫീലിംഗ് വളരെ മനോഹരമാണ്. അതൊക്കെ കാത്തു സൂക്ഷിച്ചിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാഹി നബി തങ്ങൾ പറയുകയാണ്, ലഅൻ യലിജ അഹദുകും ബിയമീനിഹി ഫി അഹ്ലിഹി آثم له عند الله من أن يعطي كفارته التي افترض الله عليه. ഏതെങ്കിലും ഒരാൾ വല്ലാഹി എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ ഭാര്യയോട് മിണ്ടൂല എന്ന് പറഞ്ഞു, ഉദാഹരണം പറയാം. വല്ലാഹി നമ്മളൊന്നങ്ങനെ പറയരുത്. അറബികളൊക്കെ അവരുടെ ഭാഷയുടെ ഭാഗമായിട്ട് പറയും വല്ലാഹി, തൊട്ടിനും പിടിച്ചിനൊക്കെ വല്ലാഹി വല്ലാഹി എന്ന് പറയും. ലാ യുആഖിദുകുമുല്ലാഹു ബില്ലഗ്വി ഫീ അയ്മാനിക്കും. പഴച്ചുകൊണ്ട് പറയുന്നത് അള്ളാഹ് ശിക്ഷിക്കൂലാന്ന്. നമ്മൾ ഈ മലയാളികൾ അറബികളൊക്കെ നിന്നുകൊണ്ട് അറബി പഠിച്ചിട്ട് തൊട്ടിനും പിടിച്ച് നമ്മളെ വല്ലാഹി എന്ന് പറഞ്ഞാലേ പ്രായശ്ചിത്തം കൊടുക്കണം. ഒരു കാര്യം, വല്ലാഹി ഞാൻ നാളെ വരുന്നു പറഞ്ഞ നാളെ വന്നിട്ടില്ലെങ്കിൽ 3 ദിവസം മിനിമം നോമ്പ് വെക്കേണ്ടി വരും. പ്രായശ്ചിത്തം വിടാൻ പറ്റും. ഓരോ വല്ലാഹിക്കും ഞാൻ നോമ്പൊക്കെന്ന മരിക്കോളം ചോദിക്കാൻ നേരം ഉണ്ടാവും പകല്. അപ്പൊ നമ്മളത് പറയണ്ട, പ്രായശ്ചിത്തമുണ്ടെന്നാണ്. വല്ലാഹിക്ക് അങ്ങനെ പറഞ്ഞ പ്രായശ്ചിത്തമുണ്ട്. ഇവരെങ്ങൾ പറയാണ്, നിങ്ങൾ ആരെങ്കിലും അങ്ങനെ സ്വന്തം കുടുംബത്തിന്റെ വിഷയത്തിൽ സത്യം ചെയ്ത് പറഞ്ഞാൽ ആ സത്യം ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രായശ്ചിത്തം കൊടുക്കണല്ലോ എന്ന് വിചാരിച്ച് താൻ പിടിച്ച വാശിക്ക് പിടിച്ച് നടക്കുന്നതിനേക്കാളും ഒക്കെ നല്ലത് ആ കഫാറത്ത് കൊടുക്കുകയും തന്റെ ഭാര്യയോട് കുടുംബത്തോട് ചെന്ന് മിണ്ടുകയും സംസാരിക്കുകയും ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഖൈറെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങൾ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലെ രഹസ്യ സ്വഭാവങ്ങൾ നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ്. രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ടവരാണ്. ഇവരങ്ങൾ ഒരു ദിവസം അവിടുത്തെ ആണുങ്ങളും പെണ്ണുങ്ങളുമായ അനുയായികളോട് ഒന്നിച്ച് നിബിധങ്ങൾ ഞങ്ങൾ പറഞ്ഞു മജാലിസക്കും മജാലിസക്കും, എല്ലാവരും അവിടെ തന്നെ ഇരിക്കണം, ആരും പോകരുതെന്ന് പറഞ്ഞു. നിബിധങ്ങൾ ഹംദും സ്വലാത്തൊക്കെ ചൊല്ലിയിട്ട് പുരുഷന്മാരിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, അല്ല പുരുഷന്മാരെ, നിങ്ങളിൽ ഏതെങ്കിലും ആള് തന്റെ ഭാര്യയുടെ കൂടെ റൂമിലേക്ക് കിടക്കുമ്പോ വാതിലടക്കുകയും മറയായി നിൽക്കുകയും അല്ലാഹു തആല മറന്ന ഒരു വിഷയത്തിൽ മറ പിടിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ സ്വന്തം ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനില്ലേ? ആലോനം അത് പറഞ്ഞു, ഉണ്ട് നബിയെ. എന്നിട്ട് ചോദിച്ചു, അങ്ങനെ തന്റെ ഭാര്യയോടുകൂടെ ഒരു രാത്രി കഴിഞ്ഞതിന്റെ ശേഷം നേരം വെളുത്തിട്ട് തന്റെ കൂട്ടുകാരോട് ഞാൻ ഇന്നലെ ഇങ്ങനെ ചെയ്തു എന്ന് ഭാര്യയോടൊപ്പം കഴിഞ്ഞ വിഷയങ്ങൾ നിങ്ങളാരെങ്കിലും തുറന്നു പറയാറുണ്ടോ? ആരും മിണ്ടിയില്ല, മിണ്ടാതെന്നു. ആദ്യം കല്യാണം കഴിച്ച ചെറുപ്പക്കാര് കല്യാണം കഴിയാത്ത കൂട്ടുകാരോടുണ്ട് കഥ പറഞ്ഞു കൊടുക്കലേ. ആ ഫസ്റ്റ് നൈറ്റിന്റെ അനുഭവം എന്ന് പറഞ്ഞിട്ട് പൊന്നായ ചെറുപ്പക്കാരെ അള്ളാനെ പിടിച്ചോളും, പറയാൻ പാടില്ല. നബി നിങ്ങൾ പറഞ്ഞു നോക്കാം. ഇനി ആരും മിണ്ടിയില്ല. ഇവരങ്ങൾ പെണ്ണുങ്ങളുടെ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു, പെണ്ണുങ്ങളെ ഇങ്ങനെ സംഭവിക്കാറുണ്ടോ? അവരോടും ചോദിച്ചു. അവരാരും മിണ്ടിയില്ല. പസക്കത്തിന് പെണ്ണുങ്ങളാരും മിണ്ടിടില്ല. നിങ്ങൾ ഈ ബെഡ്റൂം മണിയറ രഹസ്യങ്ങളൊക്കെ പറഞ്ഞു വിടാറുണ്ടോ, നാട്ടുകാരോട് പറയാറുണ്ടോ എന്നാ ചോദ്യം. ആണുങ്ങളും പെണ്ണുങ്ങളും മിണ്ടിയില്ല. അതിലിട്ട് നടക്കാൻ കഴിയാത്തൊരു പെണ്ണ് കാൽമുട്ടിൽ അഴിഞ്ഞിട്ടിങ്ങനെ അടുത്തേക്ക് വന്ന് നബി കാണാൻ വേണ്ടി ഒരൽപ്പം പൊങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇന്നഹും ലയതഹദ്ദൂന വഇന്നഹുന്ന ലയതഹദ്ദന. നബിയേ, ആണുങ്ങളും പറയാറുണ്ട് പെണ്ണുങ്ങളും പറയാറുണ്ട് നബിയേ എന്ന് പറഞ്ഞു. ഈ ഏർപ്പാടൊക്കെ ഉണ്ട് നബിയേ, ഇങ്ങനെ പറയുന്നവരൊക്കെ ഉണ്ട്. അത് പറഞ്ഞപ്പോഴാ തങ്ങൾ പറഞ്ഞത്, ഇതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരട്ടെയോ?
നിങ്ങളുടെ മണിയുടെ രഹസ്യങ്ങളൊക്കെ പുറത്തു പറയുന്നതിന്റെ ഉദാഹരണം ഒരു പിശാചായ പെണ്ണ് ഒരു പിശാചായ ആണിനെ നടുറോട്ടിൽ വെച്ച് കാണുകയും അവർ രണ്ടുപേരും ശയിക്കുകയും ചെയ്ത് വന്നാശയം മുറൂന ജനങ്ങളൊക്കെ നോക്കി നിൽക്കെ രണ്ടുപേരും പരസ്യമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ഒരു പിശാചായ ആണിനെയും പെണ്ണിനെയും പോലെയാണിതെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഗൗരവം പറഞ്ഞു കൊടുത്തു. വലിയ ഗൗരവമാണത്, ചെയ്യാൻ പാടില്ല. രഹസ്യങ്ങൾ സൂക്ഷിക്കണം. ഭർത്താവിന്റെ രഹസ്യങ്ങൾ ത്വലാഖ് ചൊല്ലിയാൽ പോലും ഭർത്താവിന്റെ രഹസ്യം ഭാര്യയോ ഭാര്യയുടെ രഹസ്യം ഭർത്താവോ പറയാൻ പാടുള്ളതല്ല. ഹബീബായ നിബിധങ്ങൾ കുടുംബവുമായുള്ള ബന്ധത്തിൽ പറഞ്ഞത് അല്ലാഹുവിനോടുള്ള ദിക്ർ മറക്കലിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പോലും സ്വന്തം കുടുംബവുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ആരെങ്കിലും പറഞ്ഞാൽ اللهم جنبنا الشيطان وجنب الشيطان ما رزقتنا فقضي بينهما ولد لم يضره. സ്വഹീഹ് ബുഖാരി ധരിക്കുകയാണ് ഹദീസ്. ഏതെങ്കിലും ഒരാൾ തന്റെ ഭാര്യയുടെ കൂടെ കിടക്കുമ്പോ എന്ത് അല്ലാഹുമ്മ പടച്ചവനെ ബിസ്മില്ലാഹി അല്ലാഹുവിനെ നിന്റെ നാമത്തിൽ. ശരീരത്തിന്റെ അപ്പറ്റൈറ്റ് വിശപ്പുകളൊക്കെ അടക്കം ചെയ്യുമ്പോ ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പോൾ ബിസ്മില്ല എന്ന് പറയണം. മനുഷ്യന്റെ നെഫ്സിന്റെ ശഹ്വാനിയായ വൈകാരികമായ ഒരു ദാഹം തീർക്കുമ്പോഴും ബിസ്മില്ല പറയണമെന്ന. ബിസ്മില്ലാ നിന്റെ നാമത്തിലാണ് റബ്ബേ നീ ഇത് ഹലാലാക്കി തന്നതാ, ഹറാമിൽ വ്യഭിചാരമല്ല റബ്ബേ ഞാൻ ചെയ്യുന്നത്. അല്ലാഹുമ്മ ജന്നിബിന ശൈത്വാൻ റബ്ബേ പിശാചിനെ ഞങ്ങളുടെ അരികത്തേക്ക് വരുത്തല്ലേ. വജന്നിബി ശൈത്വാന മാ റസഖ്തന ഞങ്ങൾക്കെങ്ങാനും ഒരു കുഞ്ഞിനെ നീ നൽകുകയാണെങ്കിൽ ആ കുഞ്ഞിനും പിശാച് ബാധ ഉണ്ടാവരുത് എന്ന് ദുആ ചെയ്തുകൊണ്ട് തന്റെ ഭാര്യയെ സമീപിച്ചാൽ അവർക്കതൊരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ ലം യദുറഹു പിശാച് ആ കുഞ്ഞിനെ ഉപദ്രവിക്കുകയില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെ സൂക്ഷിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കാം എല്ലാ വിഷയത്തിലും. അത് മാത്രമല്ല പെണ്ണുങ്ങളോട് നല്ല നിലക്ക് പെരുമാറണേ. അവർ സൃഷ്ടിക്കപ്പെട്ടത് വളഞ്ഞ ഒരു ഇല്ലിൽ നിന്നാണ്. നമ്മുടെ വാരിയിൽ ഏറ്റവും മേലുള്ളതാണ് നന്നായി വളഞ്ഞത്. അതിൽ നിന്ന് പെണ്ണുങ്ങളെ പഠിച്ചെടുത്തെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെ സൃഷ്ടിപ്പ് അല്ലാഹുവിന്റെ ഹിക്മത്ത് അങ്ങനെയാണ്. അതുകൊണ്ട് പെണ്ണുങ്ങളുടെ വർത്താനത്തിന് ഒരു വളവുണ്ടാവും. എന്തെങ്കിലും നല്ലക്ക് പോവാണ് ഇടക്കൊരു വേണ്ടാത്തത് പറയും. പഴയ കഥ നീ പറയതിട്ടോ എന്ന് പറഞ്ഞ് അപ്പൊ പറയാൻ എന്തെങ്കിലൊക്കെ ഒരു ക്രോസ് ചെയ്തിട്ടൊരു സംസാരിക്കുന്ന പെണ്ണുങ്ങൾ അതിൽ പെട്ടതാണ്. അതാണുങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ആ വളഞ്ഞത് നിങ്ങൾ എങ്ങാനും നിർത്താൻ പോയാൽ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് പെരുമാറും, വിജയിക്കൂല. അതിനെ പൊട്ടലുണ്ടാവുക. നമ്മൾ എന്തായാലും പിരിയാന്ന് പറയുള്ളൂ. വളഞ്ഞ ഇല്ലുകൊണ്ടാണ് അല്ലാഹു പടച്ചത്. നിർത്താൻ പോയാൽ നീ പൊട്ടിക്കലുണ്ടാവുക. അതിന് വിട്ടുകളഞ്ഞാലോ അത് വളഞ്ഞിട്ടാണ്. അതുകൊണ്ട് പെണ്ണുങ്ങളോട് നിങ്ങൾ ഖൈറ് ചെയ്യണേ. അവരിൽ ചെറിയ വളവുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ മാനസിക അവസ്ഥകൾ അല്ലാഹു പടച്ചത് അങ്ങനെയാണ്. ചിലപ്പോൾ അത് ഇഷ്ടമില്ലാത്തൊക്കെ പറഞ്ഞു എന്ന് വരും. അതുകൊണ്ടാണ് ഹബീബായി തങ്ങൾ പറഞ്ഞത്, ഒരു പെണ്ണിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് ഒരു മുഅ്മിനായ പുരുഷനും മുഅ്മിനത്തായ ഒരു ഭാര്യയോട് വെറുപ്പ് കാണിക്കല്ലേ. നമ്മളെ ഒരു എന്തെങ്കിലും ഉണ്ടാവുമ്പോഴേക്ക് ത്വലാഖ് പ്രശ്നം ആകെ ബുദ്ധിമുട്ടാക്കുക. ഒന്നും ചെയ്യല്ലേ. ഒരു സ്വഭാവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിക്കാൻ സാരില്ല. വേറൊരു സ്വഭാവം കാണുമ്പോൾ സന്തോഷം തോന്നും ചെയ്യും. ഒന്ന് കാണുമ്പോൾ വെറുപ്പ് തോന്നും, സാരില്ല. അടുത്തൊരു സ്വഭാവം കാണുമ്പോൾ സന്തോഷം തോന്നൂലേ. അതുകൊണ്ട് പെണ്ണുങ്ങളോട് അവരുടെ സ്വഭാവം മനസ്സിലാക്കി പെരുമാറണം. വിചാരിക്കണം എന്താ ഞാൻ പറഞ്ഞത് കേൾക്കാത്ത, എന്നെ പോലെ ആവാത്തത്, ഞാൻ ചിന്തിക്കുന്ന പോലെ അവളെന്ത് ചെയ്യുന്നുണ്ട് ചിന്തിക്കുന്നില്ല. പുരുഷന്റെ ചിന്താരീതിയല്ല പെണ്ണിന്റേത്. പുരുഷന്റെ സൈക്കിക് സിറ്റുവേഷൻ അല്ല, മാനസിക അവസ്ഥകളല്ല ഒരു പെണ്ണിന്റേത്. രണ്ട് വ്യത്യാസം. ഇത് ആണുങ്ങൾ മനസ്സിലാക്കിയ പ്രശ്നം തീർന്നു. അത്രയുള്ളൂ. അള്ളാന്റെ മുമ്പിലേക്കല്ല ഒരു കേസുമായിട്ടൊരു സഹാബി വന്നത്. വാര് ചീത്ത പറഞ്ഞിട്ട് ദുഃഖപ്പുറതിയില്ലാതെ ഓടി വന്നതാ. നോക്കുമ്പോ ഉമർതങ്ങളുടെ ഭാര്യ ഉമർതങ്ങളോട് അതിലും വലിയ ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുക. അദ്ദേഹം വാതിൽക്ക് സമ്മതക്കം മുട്ടി വാതിൽ തുറന്നപ്പോഴേക്ക് ഒറ്റപ്പോക്ക്. ഉമർതങ്ങളെ എന്തായി പോണത് വരിക? ഞാൻ ചികിത്സിക്കാൻ വന്ന ഡോക്ടർക്ക് തന്നെ അസുഖമാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യുന്നു?
അടങ്ങിയിരിക്കുക. നിന്റെ ഭാര്യയല്ലേ ഇപ്പൊ നിന്നെ ചീത്ത പറയുന്നത്? അവളല്ലേ നിന്റെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്തത്? അവൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നില്ലേ? നിന്റെ വസ്ത്രം വൃത്തിയാക്കി തരുന്നില്ലേ? പിന്നെ നാവിച്ചിരി ഏറെയാ, നമ്മൾ കഴിച്ചാ പോരെ. ഫാറൂഖ് റളിയല്ലാഹു തആല പെണ്ണുങ്ങളെ ഇത് വിചാരിച്ചിട്ട് നിങ്ങളെ ഭർത്താക്കന്മാരോട് മോശമായി പെരുമാറാൻ നിൽക്കണ്ട. ഞാൻ എപ്പോഴും സൂചിപ്പിക്കാറുള്ളതാ, നിങ്ങളെ ആണുങ്ങളൊന്നും അമൃതങ്ങളെ പോലെ ആവൂല. ഇങ്ങനെ കേട്ടിട്ടൊന്നും പെരുമാറാൻ നിൽക്കണ്ടേ. നല്ല സ്വഭാവത്തിലായിക്കോട്ടെ. മുഅ്മിനത്തായ ഒരു പെണ്ണിനെ വെറുക്കണ്ട. കാരണം അവരുടെ ചില സ്വഭാവം വെറുപ്പ് തോന്നിയാലും ചിലത് ഇഷ്ടപ്പെടും. അത് എപ്പോഴും എന്തെങ്കിലുമൊക്കെ വെറുപ്പ് തോന്നുന്നവരെ കാണിച്ചുകൊണ്ടിരിക്കുന്ന അതിന്റെ സൂചന. എപ്പോഴും ഇത് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി ജീവിച്ചാൽ മതി, എളുപ്പമാണ്. അബൂ ദർദാ റളിയല്ലാഹു അൻഹുവിന്റെ ഫിഖ് നോക്കണം. ബഹുമാനപ്പെട്ടവരുടെ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് മനസ്സിലാക്കി തരാ. അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഭാര്യയോട് ഒരു എഗ്രിമെന്റ് വെച്ചു. നമ്മൾ രണ്ടാളൊരു എഗ്രിമെന്റ് സൈൻ ചെയ്യാതെ ഇനി മുന്നോട്ട് പോണ പ്രശ്നമില്ല, അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റൂല. എന്താണ്? അബൂ ദർദാ തങ്ങൾ ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹയോട് പറയാണ്, പെണ്ണേ, നിനക്ക് ദേഷ്യം വന്നാൽ ഞാൻ മിണ്ടൂലട്ടോ. നീ പൊട്ടിത്തെറിച്ചോ, കുഴപ്പമില്ല, ഞാൻ മിണ്ടൂല. എനിക്ക് ദേഷ്യം വന്നാൽ നീ മിണ്ടാൻ പാടില്ല. ഇല്ലെങ്കിൽ നമുക്ക് രണ്ടാൾക്കും ജീവിച്ചു പോവാൻ കഴിയില്ല മോളെ. അതുകൊണ്ട് എനിക്ക് ദേഷ്യം വന്നാൽ നീ മിണ്ടാതെന്നോ, നിനക്ക് ദേഷ്യം വന്നാൽ ഞാനും മിണ്ടൂല. തീർന്നില്ല പ്രശ്നം. അങ്ങനെയാ ഞങ്ങൾ ജീവിച്ചതെന്ന് അബൂ ദർദാ റളിയല്ലാഹു അൻഹു. ഒരു കുടുംബം ഓടലേക്കും വരേണ്ട പ്രശ്നം വരൂലല്ലോ അങ്ങനെയൊക്കെ ജീവിച്ചു പോയാൽ. സിനിമ കാണുന്നതാ ലോകം എന്ന് വിചാരിക്കുമ്പോഴാ പ്രശ്നേ. സിനിമക്കാരെ കണ്ടു പഠിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? യാ അല്ലാഹ്, യാ അല്ലാഹ്. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവരുടെ ഭാര്യയെ കുറിച്ച് അഭിമാനത്തോടുകൂടെ പറഞ്ഞിട്ടുണ്ട്. അഖാമത്ത് ഉമ്മു സാലിഹിൻ മഅി 20 സന ഫമാ ഇഖ്തലഫ്തു അന വഹിയ ഫീ കലിമ. 20 വർഷം ഞാനും എന്റെ ഭാര്യ ഉമ്മു സാലിഹ് അല്ലെങ്കിൽ ഉമ്മു അബ്ദില്ല എന്ന് പറയുന്ന അഹ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയുടെ കൂടെ 20 കൊല്ലം ജീവിച്ചിട്ട് ഒരു വാക്ക് പോലും ഞങ്ങൾ തെറ്റിയിട്ടില്ല. ഒരു വാക്കിൽ പോലും. 30 കൊല്ലായിട്ടേ. ആൾക്കാരൊക്കെ എന്താ ഇവിടെ ഫറൂഖില്? 20 കൊല്ലായിട്ട് ഒരിക്കൽ പോലും തെറ്റിയിട്ടില്ല എന്ന് പറയാൻ ധൈര്യമില്ലല്ലോ. എന്തോ ഇല്ലെങ്കിൽ ഒന്ന് കൈപൊക്കിയാട്ടെ. 20 വയസ്സായവരെ പറ്റിയല്ല, കല്യാണം കഴിഞ്ഞ് 20 കൊല്ലായവരെ പറ്റി ആരെങ്കിലും ഉണ്ടോ? സുബ്ഹാനല്ലാഹ്. ഒരു വാക്കിൽ ഞങ്ങള് അതിന് കാരണം ചോദിച്ചു, എന്നെ അങ്ങനെ പറഞ്ഞു. എനിക്ക് ദേഷ്യം പിടിച്ചാൽ ഓളും ഉണ്ടായിരിക്കും, ഓൾക്ക് ദേഷ്യം പിടിച്ചാൽ ഞാൻ അവളെ സമാധാനിപ്പിക്കും. അങ്ങനെ ഞങ്ങൾ പോവാറാ. കുഴപ്പങ്ങൾ ഉണ്ടാവാറില്ല എന്നതിന്റെ അർത്ഥം. കുഴപ്പങ്ങൾ ഉണ്ടാവാറുണ്ട്, ഞങ്ങളത് ഹാൻഡിൽ ചെയ്യും ശരിക്കും. സുബ്ഹാനല്ലാഹ്. അതിന് പിന്നെ ഉമ്മാനെ കൊണ്ടുവരാ, അമ്മോഷനെ വിളിച്ചുകൊണ്ടുവരാ, അതിനൊന്നും നിൽക്കണ്ട. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിഹരിച്ചാൽ മതി. സുബ്ഹാനല്ലാഹ്. അത്ര എളുപ്പമാണ് വിഷയങ്ങൾ. അള്ളാഹു നമ്മുടെ കുടുംബങ്ങളിൽ സന്തോഷം തരട്ടെ. അള്ളാഹു സന്തോഷം തരട്ടെ. അള്ളാഹു സന്തോഷം തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അസ്ഹാബുകളിൽ ചില ആളുകൾ മദീനയിലേക്ക് ഹിജ്റ പോകാൻ വേണ്ടി നബിയുടെ ആജ്ഞ വന്നപ്പോ ചില പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരോട് പറഞ്ഞു, എന്തിനാ മദീനത്തേക്ക് പോകുന്നത്? നമ്മുടെ നാടല്ലല്ലോ, നമ്മുടെ നാട് മക്കയല്ലേ, മദീനത്തേക്ക് പോകണ്ടെന്ന് പറഞ്ഞ് ഹിജ്റ പോവാതെ നിന്നു. പിന്നെയാണ് കാര്യറി ഹിജ്റ പോയ ആളുകളൊക്കെ നബിന്റെ ദർസിൽ ഇരുന്നിട്ട് ഒരുപാട് പഠിച്ചു, വലിയ ആലിമീങ്ങളായി. ഇവർക്ക് മക്കയിൽ ഇരുന്നിട്ടൊന്നും കിട്ടിയില്ല. ഇപ്പോഴാ വിശുദ്ധ ഖുർആൻ ആയിത്തിറങ്ങിയത്. അപ്പൊ ചിലരൊക്കെ ചീത്തറാൻ തുടങ്ങി, പെണ്ണെ, നിന്റെ പണി അന്ന് നമ്മൾ ഹിജ്റ പോയിരുന്നെങ്കിൽ എന്തെല്ലാം പഠിക്കാമായിരുന്നു, എത്രയെല്ലാം നന്മ കിട്ടിയിരുന്നു. നബിന്റെ കൂടെ പോവാതെ നീയല്ലേ നാട് കുടുംബം വീട് എന്ന് പറഞ്ഞ് നിർത്തിയതല്ലേ എന്നൊക്കെ ചീത്ത പറഞ്ഞപ്പോഴാ യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും ഫഹ്ദറുഹും وإن تعفوا وتصفحوا وتغفروا فإن الله غفور رحيم. يا أيها الذين آمنوا ഈമാനുള്ള സത്യവിശ്വാസികളെ, ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും, നിങ്ങളുടെ ഭാര്യമാരിലും നിങ്ങളുടെ മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്. നന്മയുടെ ശത്രുക്കളാണ് ഇരിക്കുന്ന ആളുകൾ നിങ്ങളുടെ മക്കളിലുമുണ്ട്, ഭാര്യമാരിലുമുണ്ട്. ഫഹദറൂഹും, അവരെ സൂക്ഷിക്കണം. അല്ലാഹുവിനെതിരെ ചെയ്യാൻ പറയുന്ന ആളുകൾ ആരിലുണ്ട്? നിങ്ങളുടെ മക്കളിലുണ്ടാകും, ഭാര്യയിലും ഉണ്ടാകും. അവരെ 4 അടിക്കണം എന്നാണോ അല്ലാഹു പറഞ്ഞത്? അടിക്കണം എന്നാണോ? ശിക്ഷിക്കണം എന്നാണോ? നിങ്ങൾ സൂക്ഷിക്കണം. എന്നിട്ട് എന്ത് പറഞ്ഞു? നിങ്ങൾ പുറത്തു കൊടുക്കുകയും മാപ്പ് ചെയ്യുകയും
എന്നേക്കുമായി വിട്ടുകളയുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്കും പുറത്തു തരും, നിങ്ങളോടും അള്ളാഹു റഹ്മത്ത് ചെയ്യും. അങ്ങനെയാണ് വിധങ്ങൾ അതിനെ പെരുമാറാൻ പറഞ്ഞത്. ശത്രുതയുണ്ടാകും എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെടാത്ത വിഷയങ്ങൾ അവർ നിങ്ങളോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങൾ ആ വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അവരെടുത്ത് വന്നുപോയ തെറ്റുകൾ മാപ്പ് ചെയ്തു കൊടുക്കുകയും ചെയ്യണമേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല നിലയ്ക്ക് പെരുമാറാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഹബീബിന്റെ മുമ്പിൽ ഹുസൈൻ ഇബ്നുൽ മുഹ്സിൻ റളിയല്ലാഹു അൻഹുവിന്റെ അമ്മായി വന്ന നബിയുടെ മുമ്പിലേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ചോദിച്ചു കഴിഞ്ഞപ്പോ മുത്തനബി ചോദിച്ചു, അദാത്തു സൗജിൻ അൻതി, കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ? കല്യാണം കഴിഞ്ഞ പെണ്ണാണോ എന്ന് ചോദിച്ചു. ആ നബിയെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. എന്താ നിങ്ങളും നിങ്ങളുടെ ഭർത്താവും തമ്മിലുള്ള ജീവിതം എങ്ങനെയാണ്? നബിയെ, എന്നെ കൊണ്ട് കഴിയുന്ന ഉപകാരമൊക്കെ ഞാൻ എന്റെ ഭർത്താവിന് ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു ബീവി റളിയല്ലാഹു അൻഹ. ഞങ്ങൾ പറഞ്ഞു, നിന്റെ ഭർത്താവിന്റെ കണ്ണിൽ നീ എങ്ങനെയാണെന്ന് ശരിക്കൊന്ന് നോക്കണേ. ഭർത്താവ് നിന്റെ സ്വർഗവും നിന്റെ നരകവുമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിന്റെ ഭർത്താവിനെ നല്ല നിനക്കനുസരിച്ച് ജീവിച്ചാൽ നിനക്ക് സ്വർഗമാണ്, അനുസരണക്കേട് കാണിച്ചാൽ നിനക്ക് നരകം കിട്ടാനും അത് കാരണമാണ്. ഭർത്താവ് പറയുന്നത് അള്ളാഹുവിനെതിരാണെങ്കിൽ ഒരു പ്രശ്നമില്ല, അനുസരിക്കേണ്ടതില്ല. ഒരു മഖ്ലൂഖിനും അല്ലാഹു തആല പറഞ്ഞതിനെതിരായിട്ട് ചെയ്യേണ്ടതില്ല. അതിനെപ്പറ്റി അല്ലാഹു തആല ചോദിക്കുകയുമില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി നിങ്ങൾ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഭാര്യ ഭർത്താക്കന്മാർ മനസ്സിലാക്കാൻ. ഭർത്താവ് ഭാര്യയെ സമീപിക്കുമ്പോ അവളെ തന്റെ കിടപ്പറയിലേക്ക് വിളിക്കുന്ന സമയത്ത് അവൾ മറുപടി കൊടുക്കണമെന്നാണ്. നിങ്ങൾ പറയാം, ഭാര്യ അടുപ്പിന്റെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ തന്നെയും ഭർത്താവ് വിളിച്ചാൽ അവൾ വന്ന് ഉത്തരം കൊടുക്കണം എന്ന് പറഞ്ഞു. കാരണം ഭർത്താവിന്റെയും ഭാര്യയുടെയും ആണിന്റെയും പെണ്ണിന്റെയും ശരീര പ്രകൃതങ്ങൾ വ്യത്യസ്തമാണ്. ചിന്തകളിലൂടെ തന്നെ വൈകാരികമായ ഉത്തേജനം ഉണ്ടാകുന്നവരായിരിക്കാം പുരുഷന്മാർ. സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ പറ്റും. അങ്ങനെയാണ്. വലിയ മുതിർന്ന കുട്ടികളൊക്കെ ഉണ്ടായവർക്ക് വാപ്പ വിളിക്കാൻ അതൊന്നും പറ്റൂല. അങ്ങനെ വാപ്പമാരെ വിളിക്കാൻ വെക്കും വേണ്ട. അതല്ല പറഞ്ഞത്. സ്വാഭാവികമായും അത്തരം ഒരു സന്ദർഭങ്ങളിൽ ഭാര്യമാർ എന്ത് ചെയ്യരുത്, ഒഴിവുകൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറരുത് എന്ന്. എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഏതെങ്കിലും ഒരാൾ, ഇത് വല്ലാത്തൊരു ഹദീസാണ്, ഏതെങ്കിലും ഒരാൾ ഇദാ റഅ അഹദുക്കും, ഏതെങ്കിലും ഒരാൾ ഒരു പെണ്ണിനെ കണ്ടുപോയി എന്ന് വിചാരിക്കാം, അയാൾക്ക് ആ പെണ്ണിനെ ഇഷ്ടമാവുകയും ചെയ്തു. റോഡിലൂടെ നടക്കുകയാണ്, ഇതിപ്പോ പറയേണ്ട ആവശ്യമില്ല. സിനിമാ പോസ്റ്ററും അതും മൊബൈലിലും ടിവിയിലും സീരിയലുകളിലും നമ്മുടെ സ്ക്രീനുകളിലും ഒക്കെ കാണുന്ന പിക്ചറുകൾ. കണ്ടുപോയി ഒരാൾ, പെട്ടെന്ന് കണ്ടുപോയി. മനസ്സിൽ പെട്ടെന്ന് എന്തോ ഒരു ആഗ്രഹം തോന്നി, വൈകാരികമായ ആഗ്രഹം തോന്നി. നിമിതങ്ങൾ പറഞ്ഞു, സ്വന്തം ഭാര്യയെ പോയി അവൻ സമീപിക്കട്ടെ എന്ന് പറഞ്ഞു. കാരണം സിനിമാ നടിമാരെ പോലെ ഭാര്യമാരാവണമെന്ന് വിചാരിക്കാൻ നടക്കൂല. ഇന്നാലിന്റെ സെലിബ്രിറ്റിയെ പോലെ എന്റെ പെണ്ണാവണം, നടക്കില്ല. എന്തിനാണ് നമ്മൾ നടക്കാത്ത ആലോചിക്കുന്നത്? നമ്മുടെ മക്കളിൽ കുടുംബങ്ങളിൽ സ്ഥിരീകരിക്കണമെന്ന് അങ്ങനെയല്ലേ? ഭർത്താവ് ചിന്തിക്കുക, ആ ഒരു പ്രസന്ററെ പോലെ അല്ലല്ലോ എന്റെ ഭാര്യ, ആ ഒരു സീരിയൽ നടിയെ പോലെ ആയിട്ടില്ലല്ലോ, സിനിമാ നടിയെ പോലെ പെരുമാറുന്നില്ലല്ലോ എന്റെ ഭാര്യ. ഒരു ചങ്ങാതി നിന്റെ ഭാര്യയുടെ ഐഡന്റിറ്റി ഒന്ന് വേറെയാണ്, അവളുടേതൊന്ന് വേറെ. അത് വ്യഭിചാരത്തിന് പോലെ ഇന്ന് കൊടുക്കുന്ന പെണ്ണ, ഇത് നിന്റെ ചാരിത്രമുള്ള പെണ്ണ, രണ്ട് വ്യത്യാസമല്ലേ? എങ്ങാനും ഏതെങ്കിലും ഒരു പെണ്ണിനെ നിങ്ങളുടെ കണ്ണിൽ ഇഷ്ടപ്പെടുകയും വൈകാരികമായ ചിന്ത വരികയും ചെയ്താൽ അവനവന്റെ വീട്ടിൽ പോയി സ്വന്തം ഭാര്യയെ അവൻ സമീപിക്കട്ടെ. നിമിതങ്ങൾ പറയാ, നിന്റെ ഭാര്യയുടെ അടുത്തുള്ളത് തന്നെ അവളുടെ അടുത്തുമുള്ളത്. എന്തോ ഒരു മനോഹരമായ മറുപടി അനുബിധങ്ങൾ, വലിയ ഒരു മാനസിക സംഘർഷത്തിന് മറുപടി നൽകുക അനുബിധങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വാഭാവികമാണ് മനുഷ്യന്റെ ചിന്തകൾ കാട് കയറി പോവുകയും അന്യ പെണ്ണുങ്ങളിൽ ആഗ്രഹം തോന്നുകയും ചെയ്താൽ എന്റെ ഭാര്യയെ സമീപിക്കും. നീ കണ്ട പെണ്ണിന്റെ അടുത്ത് എന്തുണ്ടോ അത് തന്നെ നിന്റെ ഭാര്യയുടെ അധികത്വമുണ്ട് എന്ന് പച്ചയായ നിബിധങ്ങൾ വ്യക്തമായി പറഞ്ഞു തരുന്നത്. എന്നിട്ട് പോലും നിങ്ങൾ ഹറാമിനെ കുറിച്ച് ആലോചിക്കല്ലേ, അന്യ പെണ്ണിനെ കുറിച്ച് പ്രേമിക്കാനോ അവരുടെ പിന്നാലെ നടക്കാനോ ആലോചിക്കല്ലേ. ഹലാലിൽ നീ പരിഹാരം കാണണം. നിന്റെ ഭാര്യ അല്ലാഹു ഹലാലാക്കി തന്നില്ലയോ, അതുകൊണ്ട് നീ തൃപ്തിപ്പെടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമിലേക്ക് പോവാതെ അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ.
ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം കൂടെ പറഞ്ഞു. നമ്മുടെ ബ്യൂട്ടി പാർലറുകളിലേക്കും അല്ലാത്തിടത്തേക്കും ചുറ്റി സഞ്ചരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ശരിക്കൊന്ന് ചിന്തിച്ച് മനസ്സിലാക്കണേ. സ്വന്തം ഭർത്താവിന്റെ വീട്ടിലല്ലാതെ ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ വസ്ത്രം അഴിച്ചു വച്ചാൽ അവരുടെയും അല്ലാഹുവിന്റെയും ഇടയിലുള്ള മറ അവൾ പൊളിച്ചു കളഞ്ഞിരിക്കുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണ് തന്റെ ഭർത്താവിന്റെ വീട്ടിലല്ലാതെ വസ്ത്രം അഴിച്ചു വെക്കരുത് എന്ന് പറഞ്ഞതിനെ വ്യാഖ്യാനിക്കേണ്ടതുണ്ട്. വാപ്പയുടെ വീട്ടിൽ പോയി അവൾ വസ്ത്രം അഴിച്ചു, വസ്ത്രം മാറ്റി, കുഴപ്പമില്ല, റൂം അടച്ചു, കുഴപ്പമില്ല. അവളുടെ ആങ്ങളുടെ വീട്ടിൽ പോയത് അവളുടെ ജ്യേഷ്ഠത്തിയുടെ വീട്ടിലാണ്, അവളുടെ അമ്മായിയുടെ വീട്ടിലാണ്, അതിനൊന്നും കുഴപ്പമില്ല. വിശ്വസ്തതയുള്ള സംരക്ഷണമുള്ള സുരക്ഷിതത്വമുള്ള ഒരു വീട്ടിൽ അവൾ താമസിച്ചു, കുഴപ്പമില്ല. അല്ലാത്ത വിഷയങ്ങളിൽ പെണ്ണുങ്ങൾ ശ്രദ്ധിക്കണമേ. ടെക്സ്റ്റൈൽസിലേക്ക് പോവാൻ, ഡ്രസ്സ് അവൾക്ക് ഫിറ്റാണോ അല്ലേ എന്ന് നോക്കാൻ വേണ്ടി ഫിറ്റിംഗ് റൂമിലേക്ക് പോവാൻ, അവിടെ ചെന്ന് നിന്റെ വസ്ത്രം നീ അഴിച്ചു വെക്കണ്ട. എന്തുകൊണ്ട്? അവിടെ ക്യാമറ കണ്ണുകൾ ഉണ്ടാകാം. എവിടെയാണ് ക്യാമറ വെച്ചതുപോലും അറിയാൻ പറ്റില്ല. മിററുകളാണ്, മിററിന്റെ ഉള്ളിൽ മിററിന്റെ സ്ക്രൂ ചിലപ്പോൾ ക്യാമറ ആയിരിക്കും. ഇന്നത്തെ കാലം എങ്ങനെയാ? മൊബൈൽ ഫോണുകൾ വളരെ പെട്ടെന്ന് മനുഷ്യന്മാർ പിക്ചർ എടുക്കും, കിട്ടുന്ന മുഴുവനും പിക്ചർ എടുക്കാൻ. പേന ക്യാമറകളുണ്ട്, പേനയുള്ള കണ്ണാടിയുടെ ഈ കണ്ണടയുടെ കണ്ണിനടയായി വെക്കുന്നതാ കണ്ണട അല്ലേ? ഇത് കണ്ണട, മറ്റേത് കണ്ണാടിയാ. ബാത്റൂമിലൊക്കെ വെക്കുന്നത് കണ്ണാടി. കണ്ണടയുടെ ലെൻസുകളുടെ സൈഡുകൾക്ക് പോലും ക്യാമറ വെക്കുന്നത്. ഡ്രസ്സിന്റെ ബട്ടൺ ക്യാമറയുള്ളത്. നമുക്കറിയാൻ പറ്റില്ല എവിടെയാണ് എങ്ങനെയൊക്കെയാണ് ഒളിപ്പിച്ചു വെക്കുന്നത്. അതൊക്കെ ഇന്റർനെറ്റിലൂടെയോ അല്ലാതെയോ പരസ്യപ്പെടുത്തിയിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പോലും മടിക്കാത്ത ലോകമാണിത്. അതുകൊണ്ട് സുരക്ഷിതത്വമില്ലാത്ത ഒരു സ്ഥലത്ത് പോയി ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ വസ്ത്രം അഴിച്ചു വെച്ച് വേറൊരു വസ്ത്രം ധരിക്കുകയാണെങ്കിൽ പോലും അല്ലാഹുവും അവളും തമ്മിലുള്ള മറ അവൾ കുടിച്ചു കളഞ്ഞു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണുങ്ങൾ അവരുടെ ചാരിത്രം സൂക്ഷിക്കണമേ എന്ന് പറയുകയാണ്. കല്യാണ സമയത്തൊക്കെ വീഡിയോ എടുക്കുന്ന സന്ദർഭങ്ങൾ ആലോചിക്കുക. അത്രയും ഗുരുതരമായ എത്രയോ സംഭവങ്ങൾ ഉണ്ടാകുന്നു. വീഡിയോ എടുക്കുന്നു. പതിവ്രതകളായ ചാരിത്രമുള്ള നല്ല കാണാൻ ഭംഗിയുള്ള അച്ചടക്കമുള്ള പെൺകുട്ടികളൊക്കെ മൂവി മേക്കർ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, പല സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് തലയും ഉടലൊക്കെ മാറ്റിക്കൊടുത്ത് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ പറ്റും. ഏതെങ്കിലും പെണ്ണിന്റെ ഉടലും ഇവരുടെ തലയിൽ വെച്ചു കൊടുത്തിട്ട് കണ്ടില്ലേ വസ്ത്രമില്ലാതെ നടക്കുന്നു എന്ന് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ബിരുദന്മാരായ ആളുകൾ കണ്ണുവെച്ച് നടക്കുന്നുണ്ടെന്ന് നമ്മുടെ പെൺകുട്ടികൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പുറത്തിറങ്ങി നടക്കുന്നത് ശ്രദ്ധിക്കുക. വസ്ത്രവിധാനം അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന രീതിയിലാവുക. അള്ളാഹുവിനോടുള്ള സിത്ർ, അള്ളാഹുവിനോടുള്ള മറ നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക. സ്വന്തം ഭർത്താവിന്റെ വീട്ടിൽ, സ്വന്തം വീടുകളിൽ ഭരണാധികാരിയായി അധികാരം നൽകിയിരിക്കുന്നു അള്ളാഹു. അവർക്ക് വീട് ഭരിക്കാൻ, മക്കളെ വളർത്താൻ, തർബീത്ത് ചെയ്യാൻ, അവർക്ക് നല്ലത് പഠിപ്പിച്ചു കൊടുക്കാൻ, നല്ല മാതൃകയാവാൻ. പെണ്ണുങ്ങൾ ഈ കാര്യങ്ങളൊന്നും ചെയ്യാതെ അങ്ങാടികളിലേക്ക് ഇറങ്ങി പുറപ്പെട്ടപ്പോഴാണ് നമ്മുടെ മക്കൾക്ക് തർബീത്ത് നഷ്ടപ്പെട്ടു പോയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളിൽ, കുടുംബത്തിൽ നല്ല ഉമ്മമാരെ, നല്ല ഭാര്യമാരെ അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു വീടിന്റെ ഖിദ്മത്തിന് പെണ്ണ് ചെയ്യുന്നത് അവൾ ചെയ്യുന്ന സേവനമാണ്. പെണ്ണ് നിങ്ങൾ ചെയ്യുന്ന സേവനമാണത്. നിങ്ങളെക്കാളും ഏറ്റവും ഹൈറായ സഹാബി വനിതകൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അസ്മാ റളിയല്ലാഹു അൻഹ, സുബൈർ എന്നവരുടെ ഭാര്യയാണ് റളിയല്ലാഹു അൻഹുവിന്റെ. ബഹുമാനപ്പെട്ടവരുടെ അവരുടെ കുതിരയ്ക്ക് ബഹുമാനപ്പെട്ടവരുടെ കുതിരയ്ക്ക് പുല്ല് കൊടുത്തിരുന്നു മഹദി റളിയല്ലാഹു അൻഹ. കാരക്കയുടെ കുരു പൊടിച്ചെടുത്തിരുന്നു കന്നുകാലികൾക്ക് ഭക്ഷണമായി കൊടുക്കാൻ. കാരക്കയുടെ കൊട്ടകൾ തലയിൽ വെച്ച് കൊണ്ടുവന്നിരുന്ന അസ്മാ റളിയല്ലാഹു അൻഹ. വെള്ളം ചുമന്നു കൊണ്ടുവന്നിരുന്ന അസ്മാ റളിയല്ലാഹു അൻഹ. ഇത്രയും ത്യാഗം മഹദി റളിയല്ലാഹു അൻഹു ചെയ്തു. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് സുബൈർ എന്നവർ അള്ളാഹുവിന്റെ റസൂലിന്റെ ദർസിലാണ്, നബിയോടൊപ്പം ജിഹാദിന് പോയിരിക്കാൻ. സ്വന്തം കുടുംബത്തിന്റെ ഭാരം ചുമരിൽ ഏറ്റി നടന്ന എത്രയോ മഹദിമാർ നമ്മുടെ മുൻഗാമികളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഒരു ജോലി ചെയ്യുന്നത് ഉമ്മമാർ, സഹോദരിമാർ കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ പെണ്ണുങ്ങളൊക്കെ എനിക്ക് വെച്ചുണ്ടാക്കാൻ അറിയില്ല, കുക്ക് ചെയ്യാൻ അറിയില്ല എന്ന് പറയുന്നത് അഭിമാനമായി പറയുന്ന കാലം പോലെ. ഞാൻ പഠിക്കായിരുന്നില്ലേ, എനിക്ക് എന്റെ ഉമ്മ വെച്ചു തരാറ, എനിക്കറിയില്ല ഒരു ചായ ഉണ്ടാക്കാൻ. അത്
അതൊന്നും അഭിമാനമല്ല മോളെ. മുത്തുനബിയുടെ പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെക്കാളും മുതിർന്നവളൊന്നും അല്ല നീ. ഫാത്തിമ ബീവി ഇതൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് സ്വന്തം ഭർത്താവിന്. അവിടുത്തെ നബിയുടെ സ്വഹാബിയത്തുകൾ, അവിടുത്തെ സ്വഹാബിമാർക്ക് ഇത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. നിന്റെ ഉമ്മ ഭർത്താവിന് ഉമ്മയാണ്, ഭർത്താവിന്റെ ഉമ്മ നിന്റെയും ഉമ്മയാണ്. കല്യാണം കഴിഞ്ഞ് വരുമ്പോ നിങ്ങളുടെ ഉമ്മാക്ക് സേവനം ചെയ്യാനാണോ എന്നെ വേലക്കാരിയായി കൊണ്ടുവന്നതാണോ എന്ന് നീ പറയല്ലേ. അത് നീ നിർബന്ധമാണെന്ന്, നിന്റെ ബാധ്യതയാണെന്ന് ശ്രദ്ധിക്കുകയല്ല. ولا تنسوا الفضل بينكم وعاملوا بالعدل لا نتعامل بالعمل وانما نتعامل بالفضل എന്ന് പറയും. നീതി മാത്രമല്ല നമ്മൾ നോക്കുന്നത്, നീതിക്കപ്പുറം ഔദാര്യവും വിട്ടുവീഴ്ചയും കൂടെയാണ് നമ്മൾ നോക്കേണ്ടത്. നിന്റെ ഭർത്താവിന്റെ വീട്ടിൽ നീ ജോലി ചെയ്യുന്നതോ, ഭർത്താവിന്റെ ഉമ്മയെ ഹോസ്പിറ്റലിൽ പോയി പരിചരിക്കുന്നതോ, കിടപ്പിലായി പോയ വാപ്പയെ ശുശ്രൂഷിക്കുന്നതോ മോളെ നീ ചെയ്യേണ്ട നിർബന്ധമായ കടമയാണെന്ന് ശറഅ് പറയുന്നില്ലെങ്കിൽ തന്നെയും നിന്റെ വാപ്പയല്ലേ അത്, നിന്റെ ഉമ്മയല്ലേ അത്. വലാ തൻസൗൽ ഫദ്ല ബൈനക്കും, നിങ്ങൾക്കിടയിൽ ഒരു ഔദാര്യം നിങ്ങൾ കാണിക്കേണ്ടയോ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിച്ചിരിക്കയാ. അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ സ്നേഹത്തോടുകൂടെ ഏറ്റെടുക്ക്. ഇതൊന്നും ഞാൻ ചെയ്യില്ലെന്ന് പറഞ്ഞ് ധിക്കാരിയായി ഒരു രാജകുമാരിയെ പോലെ നീ മേക്കപ്പെട്ട് നടന്ന് ഒരു സുന്ദരിയായി കഴിയാൻ വന്നവളാണ് എന്ന ധാരണയിൽ ജീവിക്കല്ല മോളെ. റൊമാൻസിലൂടെ അല്ലെങ്കിൽ സിനിമയിൽ കാണുന്ന ഒരു ലോകത്തിലൂടെ ജീവിക്കല്ല മോളെ. വലാ തൻസൗൽ ഫദ്ല ബൈനകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും മനോഹരമായ മാതൃകകൾ അവിടുത്തെ മഹതികളായ റളിയല്ലാഹു അൻഹുകളുടെ അസ്വാജുഹു ത്വാഹിറ അവരുടെ ജീവിതത്തിലൂടെ പഠിപ്പിച്ചു തന്നിരിക്കാൻ. അള്ളാഹു സ്നേഹമുള്ള, അച്ചടക്കമുള്ള, ഉത്തരവാദിത്വ ബോധമുള്ള ഭാര്യ ഭർത്താക്കന്മാരായി, കുടുംബിനികളായി, കുടുംബനാഥന്മാരായി മക്കൾക്ക് നല്ല തർബീയത്ത് ചെയ്ത് വളർത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ് حمدا كثيرا طيبا مباركا فيه على كل حال. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അള്ളാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും